കഴിഞ്ഞ 4 ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിൽ തുടർന്നു വരുന്ന ബൈയിങ് മൊമെൻറ്റം ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു ബുൾ റണ്ണിലേക്ക് നയിച്ചേക്കാനുള്ള സൂചനകളാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനുകളിലായി സെൻസെക്സ് 4700-ലധികം പോയിന്റ് ഉയർന്നു. ഒരാഴ്ചയിലെ പെർഫോമൻസ് നോക്കിയാൽ സെൻസെക്സ് 6.5%, നിഫ്റ്റി 6.4% ഉയർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫ് താൽക്കാലികമായി നിർത്തലാക്കിയതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിലായി കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി 1452 പോയിന്റ് ഉയർന്നപ്പോൾ സെൻസെക്സ് 4706 പോയിന്റ് ഉയരുകയും നിഫ്റ്റി 23851 വീക്ക്ലി ബേസിസിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ തന്നെ മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാന ഹഡിലായ 23360 എന്ന ഹഡിൽ മറികടന്നതോടുകൂടി മാർക്കറ്റ് കൂടുതൽ ബുള്ളിഷ് ആവുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മാർക്കറ്റ് 23850 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല ഗ്യാപ്പുകളും കാണാൻ സാധിക്കും. അതായത് തുടർച്ചയായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗ്യാപ്പുകൾ ഫോം ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും 23850 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഇനി മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടർച്ചയായ രണ്ടാമത്തെ പ്രാവശ്യവും 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറച്ചതിനെ തുടർന്ന് ലഭിച്ചിരിക്കുന്ന സാമ്പത്തിക ഉത്തേജനം. ഇവിടെ അടുത്ത പ്രാവശ്യവും 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യൻ മാർക്കറ്റിനുള്ളത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറയുകയും മാർക്കറ്റിൽ എനഫ് ലിക്വിഡിറ്റി വന്നതും മാർക്കറ്റിൻ്റെ പോസിറ്റീവ് മൂവ്മെൻറ്റിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഹെവി സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പല സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായി. കൂടാതെ നിഫ്റ്റി ബാങ്ക് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തു. രണ്ടാമത്തെ കാരണം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള തിരിച്ചുവരവാണ്. ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 6065 കോടി രൂപയുടെ ബൈയിങ്ങാണ് FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ബുധനാഴ്ച 3936 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കൂടാതെ വളരെ അട്രാക്റ്റീവ് പ്രൈസിൽ പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ലഭിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. ഈ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ മികച്ച ബൈയിങ് ആണ് ഉണ്ടായത്. ഇനി ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മാത്രമല്ല, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെക്ടറും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഏപ്രിൽ 7 തീയതിയിലെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്നും മിഡ് ക്യാപ് ഇൻഡെക്സ് 11% ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 16% ഉയർന്നത്. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 26% റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്താനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദത്തിലായ സെക്ടറായ ഓട്ടോ, കെമിക്കൽ, ടെക്സ്റ്റൈൽ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ മൊമെൻറ്റം പ്രകടമായിട്ടുണ്ട്. ഇതും മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന വ്യാപാര ചർച്ചയിലെ പ്രോഗ്രസ് ആണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന വ്യാപാര ചർച്ച ഇന്ത്യക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ കടുത്ത വ്യാപാര മത്സരവും നടക്കുകയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും. 2023-24 വർഷത്തിൽ $118 ബില്യൺ കയറ്റുമതിയാണ്, അല്ലെങ്കിൽ $118 ബില്യൺ വ്യാപാരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നത്. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറുകയും ചെയ്തു. 2030 ആകുമ്പോഴേക്കും ഇത് $500 ബില്യൺ മുകളിലേക്ക് എത്തുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഫാക്റ്റ്, അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾക്ക് മുകളിൽ നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഈ നികുതിയും താൽക്കാലികമായി ഒഴിവാക്കും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചൈനയുമായി കടുത്ത വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ചൈന മറ്റു രാജ്യങ്ങൾ വഴി അമേരിക്കയിലേക്ക് പ്രൊഡക്റ്റുകൾ കടത്താനുള്ള സാധ്യത മാറ്റുന്നതിന് വേണ്ടി 70-ലധികം രാജ്യങ്ങളുമായി അമേരിക്ക സജീവ വ്യാപാര കരാറിൽ ഏർപ്പെടുത്താനും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയും പുരോഗമിക്കുകയാണ്. ഇതൊക്കെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിക്കുന്നു. ഇവിടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ കൂടുതൽ മോശമാവുകയാണ്. ബോയിങ് കമ്പനിയുടെ ജെറ്റുകൾ ഡെലിവർ ചെയ്യാനുള്ള ഓർഡർ ചൈനീസ് കമ്പനികൾ ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് മുകളിൽ 100% കൂടി തീരുവ ഏർപ്പെടുത്തുകയും ടോട്ടൽ താരിഫ് 245% ഉയരുകയും ചെയ്തു. ഇതിനെതിരെയുള്ള ഒരു റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിൽ ചൈന അമേരിക്കയിലേക്കുള്ള മിനറൽ എക്സ്പോർട്ട് നിർത്തിവെക്കുകയും ചെയ്തു. ഇനി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കൂടി ഒന്ന് മനസ്സിലാക്കാം.
ഇവിടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനികളുടെ പെർഫോമൻസ് മോശമാകുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റ് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. ഇതുവരെ നമ്മൾ 3 IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ് ചെയ്തു. ഈ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പൊതുവായ ഫാക്ടർ, പ്രത്യേകിച്ചും ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പൊതുവായ ഫാക്ടർ 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് ഈ കമ്പനികൾ കുറച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇൻഫോസിസിൻ്റെ ADR 4% ഇടിയുകയും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വിപ്രോ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയും ചെയ്തു. അതായത് വരും സമയങ്ങളിലും IT സെക്ടർ പ്രഷറിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്, പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റിൻ്റെയും കണ്ടീഷൻ അത്ര മികച്ചതല്ലാത്ത സാഹചര്യത്തിൽ. ഇനി ചില സെക്ടറുകൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്തേക്കാം. ഉദാഹരണം ഫിനാൻഷ്യൽ സെക്ടർ, ടെലികോം, സിമൻറ്റ്, ഓട്ടോ തുടങ്ങിയ സെക്ടറുകൾ. ഈ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഫിനാൻസ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകൾക്ക് മുകളിലുള്ള താരിഫ് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ടതും പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ മോശമാകുന്ന സാഹചര്യത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന നിലയിലേക്ക് ഇന്ത്യക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാന ഫാക്റ്റ്, ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ മോശമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ FPIs ചൈനീസ് മാർക്കറ്റ് വിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതാണ്. കൂടാതെ ഇന്ത്യയുടെ ഇൻഫ്ലേഷനും ഏറ്റവും താഴ്ന്ന നിരക്കിലാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ നമ്മൾക്കൊരു ബുൾ റൺ പ്രതീക്ഷിക്കാം. അതേസമയം മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ മാർക്കറ്റിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന ചലഞ്ച് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 കമ്പനികളുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലാത്തതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്